Hello, good day to one and all. Today we are going to discuss a new work, and it is a diary entry named The Secret Diary of Adrian Mole, age 13 3 by 4 by Sue Townsend. And we'll look into the details of the author first and we'll get into the diary entry. And about the writer is Sue Townsend, and she was born in Britain, and her full name was Susan Lillian Sue Townsend. Britain's one of the most celebrated writer. She was a novelist, she was a playwright, journalist, and she was a comic writer. And the Secret Diary of Adrian Mole, age 13 3 by 4, falls under comic fiction, and it is actually a series of books. And Secret Diary of Adrian Mole, age 13 3 by 4 is actually the first book in this series. നമ്മൾ ഹാരി പോട്ടർ സീരീസ് എന്നൊക്കെ പറയും പോലെ ഒരു സീരീസാണ് എഡ്രിയൻ മോൾ സീരീസാണ്. ആ സീരീസിലുള്ള ഒരു ഫസ്റ്റ് ബുക്കാണ് ദ സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയൻ മോൾ, ഏജ് 13 3 by 4. ആൻഡ് സിയു ഇസ് ബെസ്റ്റ് നോൺ ഫോർ ക്രിയേറ്റിംഗ് ദിസ് ക്യാരക്ടർ എഡ്രിയൻ മോൾ. അപ്പം ഈ എഡ്രിയൻ മോൾ സീരീസിലൂടെയാണ് സ്യൂ ടോൺസൺ എന്ന് പറയുന്ന റൈറ്റർ ഫേമസ് ആകുന്നത്. ആൻഡ് ദ ബുക്ക് ഇസ് ഓൾ അബൌട്ട് എ ടീനേജ് ബോയ് ആൻഡ് ഹിസ് ഡെവലപ്മെൻറ്റ്. അപ്പം എഡ്രിയൻ മോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീനേജ് ബോയും അവൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ എഡ്രിയൻ മോൾ സീരീസ് പറയുന്നത്. ഓക്കെ. Then here is the collection of Adrian Mole books. The Adrian Mole series, it is actually a collection of 9 books, and those are the diary entries of a teenage boy named Adrian Mole. And the first book is The Secret Diary of Adrian Mole, age 13 3 by 4, and it was published in the year 1982. ഓക്കെ, അപ്പോൾ 1982 സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയൻ മോൾ, ഏജ് 13 3 by 4 പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദ അതർ 8 books are given with their respective years of publication. Please go through that. Okay. Then talking about this Adrian Mole series, these are a book written in a comic point of view. Comic fiction ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. So comic point of view ലാണ് എഴുതിയിരിക്കുന്നത്. And it is an entertaining account of various episodes in the life of Adrian Mole, a teenage boy. And he is a fictional character. Real life character അല്ല, he is a fictional character created by Sue Townsend. And the initial name of Adrian Mole was Nigel Malworth, but later Sue Townsend changes his name to Adrian Mole. Okay, അപ്പോൾ ആദ്യം സ്യൂ ടോൺസൺ thought of naming his character as Nigel Malworth, but later on she changes into Adrian Mole because there was already a fictional character in the name of Nigel Malworth, which was written by ജെഫ്രി വില്യംസ്. ഓക്കെ, അപ്പോൾ ജെഫ്രി വില്യംസ് പറഞ്ഞിട്ടുള്ളൊരു ഒരു റൈറ്റർ ഓൾറെഡി നിഗൽ മോൾസ്വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിക്ഷണൽ ക്യാരക്ടറെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി കൺഫ്യൂഷൻ ഷീ ചേഞ്ച് ദ ക്യാരക്ടർ നെയിം ഇൻ ടു എഡ്രിയൻ മോൾ. അതുകൊണ്ടാണ് നിഗൽ മോൾസ്വർത്ത് എന്ന പേര് മാറ്റി എഡ്രിയൻ മോൾ ആക്കിയത്. ആൻഡ് ഇറ്റ് വാസ് ഡേവിഡ് വില്യംസ് ഹു റോട്ട് ദി ഫോർവേഡ് ടു ദ സീക്രട്ട് ഡയറി ഓഫ് എഡ്രിയൻ മോൾ, ഏജ് 13 3 by 4. അപ്പോൾ ഈ പുസ്തകത്തിന് ഫോർവേഡ് ആമുഖം എഴുതിയിട്ടുള്ളത് ഡേവിഡ് വില്യംസ് ആണ്. ആൻഡ് ഹീ കോൾഡ് ദ ബുക്ക് ജെന്യൂൻ ഫിനോമിനൻ. ആ ജെന്യൂൻ ഫിനോമിനൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിന്. And the book is all about the teenager's anxiety about his appearance, his self-pretension on being intellectual, his worries about his health, his crush towards Pandora, his girlfriend, and the effect of his parents' quarrel on him. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ആൻസൈറ്റി അബൌട്ട് ഹിസ് അപ്പിയറൻസ്. ടീനേജ് ഇസ് എ ടൈം വെൻ ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് ഗോസ് ഓൺ ഇൻ എ ബോഡി. ഓക്കെ, ബോഡിയിൽ മെൻ്റലും ഫിസിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അണ്ടർഗോ ചെയ്യുന്നൊരു പീരീഡാണ്. അപ്പോൾ ആ കുട്ടി നേരിടുന്ന കുറേ അപ്പിയറൻസ് വൈസായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള ആകാംക്ഷകൾ, ദെൻ ഹിസ് സെൽഫ് പ്രിട്ടൻഷൻ ഓഫ് ബീയിങ് ഇൻ്റലക്ച്വൽ, കുറേയൊക്കെ ഷോയിങ് ഓഫ് ആണ്. അതായത് ഞാൻ വളരെ ബുദ്ധിമാനാണ് എന്നുള്ള രീതിയിൽ കുറേ ഷോ ഓഫ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹിസ് വെറീസ് അബൌട്ട് ഹിസ് ഹെൽത്ത്, ഹിസ് ക്രഷ് ടുവേർഡ്സ് പെൻഡോര, ഒരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ട്, ക്രഷൊക്കെ ഉണ്ട്, അതായത് ഒരു സീക്രട്ട് എഫെക്ഷനൊക്കെ ഉണ്ട് ടുവേർഡ്സ് പെൻഡോര എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആൻഡ് ദ ഇഫക്ട്സ് ഓഫ് ഹിസ് പേരൻസ് കോറൽ ഓൺ ഹിം. പിന്നെ എഡ്രിയൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ലീഡിങ് എ ഹാപ്പി മാരീഡ് ലൈഫ്, നോട്ട് എ പീസ്ഫുൾ ലൈഫ്. സോ ദേ യൂസ് ടു കോറൽ ഓഫൺ ആൻഡ് ഹൗ the parents quarrel affect this boy. അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. Then the diary begins when the Adrian is aged 13 3 by 4 and ends with Adrian's 15th birthday.
Okay, so that's all about the background. Now we'll get into the diary entry. So the first diary entry was dated on January 14th, and it was a Wednesday. And the first diary entry talks about his first day on joining the library. Okay, so Edwin had joined the library, and he got uh, three books from there. One was Care of Skin, the other was Origin of Species, and the third book was Pride and Prejudice. ഓക്കെ. സോ ആ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം കെയർ ഓഫ് ദ സ്കിൻ. കെയർ ഓഫ് ദ സ്കിൻ ആ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മേക്സ് അസ് അവെയർ ദാറ്റ് ദ ബോയ് ഈസ് റിയലി ബ്യൂട്ടി കോൺഷ്യസ് അല്ലെങ്കിൽ സ്കിൻ കോൺഷ്യസ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് കാണിക്കുന്നതാണ് ആ ഒരു ക്യാപ്ഷൻ, കെയർ ഓഫ് ദ സ്കിൻ. ദെൻ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടെ ബുക്കാണ്? ഇറ്റ് വാസ് റിട്ടൺ ബൈ ചാൾസ് ഡാർവിൻ. ഓക്കെ, ചാൾസ് ഡാർവിൻ വിക്ടോറിയൻ ഏജിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. വളരെ മോണ്യുമെൻ്റൽ ആയിട്ടുള്ളൊരു വർക്കാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ്റെ ഈ ഒരു ബുക്ക് എടുക്കുന്നത് ആരാണ്? 13 3/4 13.75 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 7th സ്റ്റാൻഡേർഡിലോ 8th സ്റ്റാൻഡേർഡിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എ വെരി ഫേമസ് ബുക്ക്. ആൻഡ് അതിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കുറച്ചൊരു എന്താണ് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് വേണേൽ പറയാം ഈ കുട്ടിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഈ ഒരു പുസ്തകം എടുക്കാനുള്ള കാരണം, ഒറിജിനൽ സ്പീഷീസ് എടുക്കാനുള്ള കാരണം, പ്രൈഡ് ആൻഡ് പ്രജുഡിസ് പോലെയുള്ള, പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പം ആദ്യത്തെ ബുക്ക് ഓക്കെ, കെയർ ഓഫ് ദ സ്കിൻ. കെയർ ഓഫ് ദ സ്കിൻ ടോക്സ് അബൌട്ട് ഹിസ് ആൻസൈറ്റി ടുവേർഡ്സ് ഹിസ് ബ്യൂട്ടി. ഓക്കെ, അപ്പോൾ ആ ബ്യൂട്ടി കോൺഷ്യസിനെ കാണിക്കാൻ അല്ലെങ്കിൽ ആ സ്കിന്നിലുള്ള അവൻ്റെ എത്രത്തോളം അവൻ കൺസേൺഡ് ആണ് അതിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കാം ആദ്യത്തെ ബുക്ക്. ബട്ട് മറ്റേ രണ്ട് പുസ്തകങ്ങൾ എടുത്തതിന് പിറകിൽ വേറൊരു സീക്രട്ട് കാര്യമുണ്ട്. എന്താണത്? ഹീ വോണ്ട് ടു ഇംപ്രസ് ദ പീപ്പിൾ. ഓക്കെ, അപ്പം ഈ ബുക്ക് എടുത്തതിന് ശേഷം എന്താണ് നമ്മളത് ലൈബ്രറീൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവരത് രജിസ്റ്ററിൽ എൻട്രി ചെയ്യുന്നു. അപ്പോൾ നമ്മളൊക്കെ ലൈഫിൽ നേരിട്ടൊരു കാര്യമാണല്ലേ, അതായത് നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യും ആൾക്കാർ. ഒരു ഭയങ്കര കട്ടിയുള്ള പുസ്തകങ്ങളാണ്, വളരെ ക്ലാസിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ലുക്ക് അറ്റ് ഇൻ എ വാവ്, ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ വളരെ ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ളൊരു ഒരു ലേബിൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എടുക്കുന്നത്. ആൻഡ് Adrian felt that he impressed the librarian, and he added that she might be intellectual like him, and that is why she did not notice his സ്പോട്ട് ഓൺ ദ ഫേസ്. അപ്പം എന്താണ്, എന്നെപ്പോലെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ആളായിരിക്കും ലൈബ്രറിയൻ, അതുകൊണ്ടാണ് എൻ്റെ മുഖത്തുള്ള സ്പോട്ട്സ്, ഈ അവൻ്റെ മുഖത്ത് കുറച്ച് കുത്തുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ പുസ്തകം മാത്രം മൈൻഡ് ചെയ്യാൻ കാരണം അതുകൊണ്ടായിരിക്കും. ലൈബ്രറിയനസ് ആസ് ഇൻ്റലക്ച്വൽ ആസ് അഡ്രിയനസ്. ഓക്കെ, അപ്പോൾ എന്നെപ്പോലെ ഒരു ഇൻ്റലക്ച്വൽ ആണെന്ന് കുട്ടി വിചാരിക്കുന്നുണ്ട്. And he also talks about a new girl in his class, which is named Pandora. ഓക്കെ, പണ്ടോര എന്നുള്ള ഒരു പെൺകുട്ടിയുണ്ട്, പുതുതായിട്ട് വന്നതാണ് ക്ലാസ്സിൽ. ആൻഡ് ഷീ ലവ്സ് ടു ബി കോൾഡ് ആസ് ബോക്സ്. പണ്ടോര ബോക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ പണ്ടോര എന്നുള്ള പേര് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. ഷീ ലവ് ടു ബി കോൾഡ് ആസ് ബോക്സ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് അവൻ്റെ ടീച്ചേഴ്സ്, എഡ്രിയൻ്റെ ടീച്ചേഴ്സൊന്നും അവനെ വേണ്ട അറ്റൻഷൻ കൊടുക്കുന്നില്ല. അതായത് അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള, എന്താണ്, അവനൊരു ഇൻ്റലക്ച്വലാണെന്നുള്ള കാര്യം അവരിതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ദേ വിൽ ഫീൽ സോറി വെൻ ഹീ ബിക്കംസ് ഫേമസ്. അപ്പോൾ വൺ ഡേ ഐ വിൽ ബിക്കം എ വേൾഡ് ഫേമസ് മാൻ, ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദിസ് ടീച്ചേഴ്സ് വിൽ ഫീൽ സോറി ഫോർ നോട്ട് പേയിങ് പ്രോപ്പർ അറ്റൻഷൻ ടു മീ എന്നൊക്കെ ആര് വിചാരിക്കുന്നുണ്ട്? എഡ്രിൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഹീ ഓൾസോ, പിന്നെ പണ്ടോരൻ്റെ അടുത്തൊരു സീക്രട്ട് എഫെക്ഷൻ ഉണ്ട്. ആൻഡ് എഡ്രിയൻ ടെൽസ് ദാറ്റ് ഐ ഫീൽ ലൈക്ക് ഐ വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അവളായിട്ട് പ്രണയത്തിലാകുന്നതാണ്, ബിക്കോസ് ദാറ്റ് ഇസ് മൈ ഏജ്. ഓക്കെ, അപ്പം ഞാനൊരു ടീനേജറാണ്, സോ ഇറ്റ് ഇസ് ടൈം ഫോർ മീ ടു ഫോൾ ഇൻ ലവ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഡയറി എൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. Then the next diary entry was on Saturday, and it was dated January 17th. And here he writes about Dr. Taylor, his physician,
to whom Adrian shared all his worries regarding his sport, his family, his poor diet. Okay, അപ്പോൾ ഒരു ഫിസിഷ്യനെ കാണാൻ പോകുന്നുണ്ട്. ആൻഡ് ഹീ ഷെയർസ് ഇസ് വെറീഡ് റിഗാർഡിങ് ദി സ്പോട്സ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡയറി എൻട്രിയിൽ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് കുറച്ച് സ്പോട്സ് ഉണ്ട്. അപ്പോൾ ആ സ്പോട്സൊക്കെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഫാമിലിയിലുള്ള പ്രോബ്ലങ്ങളെ കുറിച്ചിട്ടും അവൻ്റെ പുവർ ഡയറ്റിനെ കുറിച്ചിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നും അവന് കിട്ടുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഡോക്ടർ ടൈലർ കൺസോൾഡ് ഹിം ആൻഡ് സെഡ് ഇറ്റ്സ് ഓക്കെ. അതെന്താണ് മുഖത്തെ സ്പോട്സ് അതൊന്നും വലിയ വിഷയമാക്കണ്ട, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എന്താണ് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അതിന് വലിയ എന്താണ് കൺസേൺഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ അപ്പം ഈ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം യു ആർ വെൽ നറിഷ്ഡ്, നിനക്ക് ഇങ്ങനെ എന്താണ് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ഡയറ്റ് കിട്ടുന്നില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, പ്രോപ്പർ നറിഷ്ഡ് തന്നെയാണ് അഡ്രിയൻ, ഗോ ആൻഡ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് സന്തോഷം പെടൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പം അഡ്രിയൻ എന്താ വിചാരിക്കുന്നത്, ഡോക്ടർ ഭയങ്കര സംഭവമായിട്ട് സ്പോർട്സിന് മരുന്നൊക്കെ തരും എന്നൊക്കെ വിചാരിക്കുന്നത്. ബട്ട് ഹീ ഡസൻ ഗെറ്റ് ദാറ്റ് കൺസേൺ ഫ്രം ദ ഡോക്ടർ. Then the next diary entry comes on a Tuesday dated January 20th and it was titled Full Moon Day. And അതിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു സബ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് മൈ മദർ ഇസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അതാണ് അതിൻ്റെ ക്യാപ്ഷൻ. Okay, so in this diary entry, he expressed his insecurity and dilemma about his worry regarding മദർ എൻ്ററിങ് ഇൻ ടു എ ജോബ്. ഓക്കെ, അപ്പോൾ മദർ വാസ് സെർച്ചിങ് ഫോർ എ ജോബ്. അപ്പോൾ അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് മീ, ഹൂ വിൽ ഗീവ് മീ പ്രോപ്പർ ഫുഡ്. ഈ കാര്യങ്ങൾ, ഈ ഒരു ഇൻസെക്യൂരിറ്റീസ്, ഈ ഒരു പേടി, ഫിയർ, അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു ഡയറി എൻട്രിയിൽ പറയുന്നത്. ഹീ വാസ് ഷുവർ ദാറ്റ് he would be forced to eat crisps and sweets until his skin be ruined and teeth fell out. അപ്പോൾ അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ I will be forced to eat this junk foods. Okay, and this junk food will do harm for my skin and teeth. ഓക്കെ, അപ്പം അങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ കഴിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള കുറേ എന്താണ് പേടിയൊക്കെയാണ് എഡ്രിയൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയറി എൻട്രിയിൽ നമുക്ക് മനസ്സിലാവും ഹൗ സെൽഫിഷ് ഹി ഈസ്. ഓക്കെ, ഹി ഈവൻ ഫെൽറ്റ് ഹി വാസ് being selfish, and he even had a notion that his mother would not be good at any jobs, and according to him he was not brilliant enough as well. ഓക്കെ, അപ്പോൾ അമ്മ എന്ന് പറയുന്നത്, അമ്മയ്ക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഹീസ് നോട്ട് ഗുഡ് അറ്റ് എനി ജോബ്സ്, ഹീസ് നോട്ട് ആൻ ഇൻ്റലക്ച്വൽ ലൈക്ക് മീ ആൻഡ് ഹീസ് നോട്ട് ഗുഡ് അറ്റ് എനി ജോബ്. അപ്പോൾ അമ്മയ്ക്ക് പണിയൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം എന്താ, മദർ ഇസ് നോട്ട് ഗുഡ് അറ്റ് എനിത്തിങ്. ഓക്കെ, ആൻഡ് ഇൻ ദ next entry, which was dated Thursday, which was on a Thursday dated January 22nd, Adrian talks about his mother's interview for a job. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. ആൻഡ് ഹീ പുട്ട് അക്രോസ് ഹിസ് ഫിയർ റിഗാർഡിങ് ദ സിറ്റുവേഷൻ അറ്റ് ഹോം ആഫ്റ്റർ ഹിസ് മദർ ഗെറ്റ്സ് എ ജോബ്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മദർ ഇസ് വെരി ബിസി ടൈപ്പിംഗ്, പ്രിപ്പയറിങ് ഫോർ ദി ഇൻ്റർവ്യൂ ആൻഡ് ഷീ ഫെയിൽ ടു ഡു എനി കുക്കിംഗ്. ഓക്കെ, അപ്പോൾ അന്ന് ഒരു കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഷീ വാസ് വെരി ബിസി പ്രിപ്പയറിങ്, ടൈപ്പിംഗ് ആൻഡ് എന്താണ് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മൊത്തം തിരക്കിൽ ആയിട്ട് അമ്മ എൻഗേജ്ഡ് ആവാണ്. ആൻഡ് ഷീ ഡസൻ കുക്ക് എനിത്തിങ് ഫോർ എഡ്രിയൻ. സോ എഡ്രിയൻ വാസ് ലൈക്ക്, ഓ ഇപ്പം ഒരു ഇൻ്റർവ്യൂക്ക് ഒരു കോൾ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ബിസി ആവണമെങ്കിൽ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഷീ ഗെറ്റ്സ് എ ജോബ്. ഓക്കെ, അപ്പം ശരിക്കും പണി കിട്ടി കഴിഞ്ഞപ്പം എൻ്റെ കാര്യം മൊത്തം പ്രശ്നത്തിലാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് he even felt his father should look into the matter seriously. അപ്പം അച്ഛനോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കണം, അച്ഛന് അമ്മേനോടൊന്ന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലമൊക്കെ തീരുന്നൊക്കെ കുട്ടി വിചാരിക്കുന്നുണ്ട്. ബട്ട് ദ കപ്പിൾസ് ആർ നോട്ട് ഇൻ ഗുഡ് ടേൺസ്. ഓക്കെ, ദേ ഡസൻ ഹാവ് എനി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. സോ ആ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്. Okay, then the next entry is on a Sunday, January 25th, and it is titled Third After Epiphany, which means a revelation. Okay, അപ്പോൾ എപ്പിഫണി എന്ന് വെച്ചാൽ എന്താണ്, ഒരു സഡൻ റെവലേഷൻ, പെട്ടെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധോദയം, അത് തന്നെയൊക്കെയാണ് നമ്മൾ എപ്പിഫണി എന്ന് പറയുക. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ.
വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ദി മോർണിംഗ് ഹി വാസ് ഫീലിംഗ് ഇൽ ആൻഡ് വിത്ത് ഓൾ ദി വറീസ് ഹി വാസ് അൺഏബിൾ ടു റൈറ്റ് വെൽ. ഓക്കെ, അപ്പോൾ എന്താണ്, അന്ന് അഡ്രിയന് തീരെ വയ്യ. ഹി വാസ് ഫീലിംഗ് ഇൽ ആൻഡ് ഹി വാസ് സോ മച്ച് ഇൽ ദാറ്റ് ഹി വാസ് അൺഏബിൾ ടു ഈവൻ റൈറ്റ് ഹിസ് ഡയറി. ഓക്കെ, അപ്പോൾ അത്രയും വയ്യ അഡ്രിയന്. ആൻഡ് ഹി ഈവൻ കംപ്ലെയിൻഡ് ദാറ്റ് നോ വൺ നോട്ടീസ് ഹിം ഓഫ് നോട്ട് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഇത്രയും വയ്യാതിരുന്നിട്ടും I didn't even have my breakfast and no one noticed this or no one enquired me. ഓക്കെ, അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് എന്തുകൊണ്ടാണ് ഇന്ന് കഴിക്കാത്തതെന്ന് കൂടി ആരും അന്വേഷിച്ചിട്ടില്ല. സോ ഹീ ഈസ് കംപ്ലെയിനിങ്. And in the afternoon, Adrian had two junior aspirants and was getting better. And ഉച്ചയായപ്പം he devoted to aspirants and he was feeling good now. He anticipated that once when he becomes famous, when his diary entry got discovered, people would understand the agony of being a 3/4 year old undiscovered intellectual. ഓക്കെ, അപ്പം എന്നെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാൽ ഐ വിൽ ബി ഫേമസ്. ഓക്കെ, അപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡയറി എൻട്രീസ് ഒക്കെ പിന്നീട് പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ട്. അപ്പം അന്ന് ഞാൻ ഫേമസ് ആയതിനു ശേഷം വെൻ മൈ ഡയറി ഗോട്ട് ഡിസ്കവേർഡ് ആൻഡ് വെൻ ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ്, പീപ്പിൾ വിൽ എംപത്തൈസ് മീ. ഓക്കെ, അല്ലെങ്കിൽ പീപ്പിളിന് എന്നോട് അയ്യോ എന്ത് പാവമാണ്, ഇത്രയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും അത്രയും അവൻ്റെ ആ ഒരു ടീനേജിൽ അവൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിട്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പീപ്പിൾ വിൽ കംപ്ലെയിൻ, അല്ലെങ്കിൽ പീപ്പിൾ എന്ത് ചെയ്യും, ഈ എൻ്റെ അമ്മേനെയും എൻ്റെ ടീച്ചേഴ്സിനെയും ഒക്കെ പഴിക്കുമെന്ന് അവൻ പറയണം. ലേറ്റർ ഇൻ ദി ഈവനിങ് ഹി തോട്ട് ഓഫ് പണ്ടോര ഹസ് ലോസ്റ്റ് ലവ്. ഓക്കെ, അപ്പം പണ്ടോരേനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പണ്ടോരയും അവരുമായിട്ട് വാസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് നൗ. ഓക്കെ, അപ്പോൾ ലോസ്റ്റ് ലവ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഹീസ് നോട്ട് ഇൻ ഗുഡ് ടേംസ്. Then the next diary entry was dated Saturday, February 7th, and here he talks about his dispute between mother and father for hours. അന്ന് എന്താണ് അച്ഛനും അമ്മയും തമ്മിൽ വളരെ അടിയാണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഓൺ ആൻ ആർഗ്യുമെൻറ്റ് ഓവർ ദി ബേക്കൺ ഇൻ ദി ഫ്രിഡ്ജിൽ എന്തോ ഒരു ഫുഡ് ഐറ്റം ബേക്കൺ കൊണ്ടുവച്ചു, അതിൻ്റെ എന്തോ ഒരു ചെറിയൊരു കാര്യത്തിന് മുകളിൽ തുടങ്ങിയിട്ടുള്ള ഡിസ്പ്യൂട്ടാണ്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ഫോർ hours and hours. ഒക്കെ ഒരുപാട് മണിക്കൂറുകളോട്ട് പോയി. ആസ് ഇറ്റ് ബിക്കേം അൺബിയറബിൾ, അഡ്രിയൻ വെൻ ടു ഹിസ് റൂം ആൻഡ് പുട്ട് ഹിസ് എബ റെക്കോർഡ് ഓൺ. അപ്പം തീരെ സഹിക്കാൻ വയ്യാതായപ്പം അഡ്രിയൻ വെൻ ടു ഹിസ് റൂം ആൻഡ് സ്വിച്ച് ഓൺ ഹിസ് മ്യൂസിക് സിസ്റ്റം ആൻഡ് എന്ത് ചെയ്തു, he put it in full volume. Okay, so his father became furious and ordered him to turn down the volume. And when his father went down, he turned the volume up. അപ്പോൾ ആ ഒരു എന്താണ് അച്ഛൻ ചെയ്യേണ്ട, റെഡ്യൂസ് ദ വോളിയം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതും ഹീ ടേൺ ദ വോളിയം അപ്പ്. അപ്പോൾ അവിടെ എന്താണ് റബല്യസ് നേച്ചർ ഓഫ് എ ടീനേജറാണ് കാണിക്കുന്നത്. അപ്പം അവൻ്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് അമ്മയും അച്ഛനും വളരെ അടി കൂടുന്നു, അവന് പ്രോപ്പർ കെയർ കിട്ടുന്നില്ല, ഹീസ് വെരി ഫ്രസ്ട്രേറ്റഡ്. പിന്നെ അവൻ്റെ ദേഷ്യം, പിന്നെ ടീനേജിലുള്ള ഒരു റെബല്യസ് നേച്ചർ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡയറി എൻട്രിയിലൂടെ കാണിക്കുന്നത്. ആൻഡ് ബിക്കോസ് ഇറ്റ് വാസ് എ day of dispute, no one cooked anything, so I didn't want to get some junk food and have it. ഓക്കെ, ഇപ്പോൾ കുറച്ച് ചൈനീസ് ചിപ്സൊക്കെ മേടിച്ച് കഴിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഡയറി എൻട്രി നമ്മൾ നോക്കിയപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ആദ്യത്തെ ഡയറി എൻട്രിയിൽ നോക്കിയപ്പം ഇൻ്റലക്ച്വലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോ ഓഫ് ഒക്കെ, പിന്നെ പ്രോപ്പർ അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് പല ഡയറി എൻട്രീസിലും നമ്മൾ കണ്ടു. ദെൻ ഹി വാസ് വെരി കോൺഷ്യസ് അബൌട്ട് ഹിസ് സ്കിൻ, കോൺഷ്യസ് അബൌട്ട് ഹിസ് health, conscious about his intellectual abilities, and then conscious about his diet. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ ഓവർ കോൺഷ്യസ് ആയിട്ടുള്ളതും വളരെ സെൽഫിഷ് ആയിട്ടുള്ളൊരു ടീനേജ് ബോയുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദ സെഷൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.